all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. Last class reflexive relationships, symmetric relationships, അവരുടെ categories നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് and the third section of a relationship, that is transitive relation. അപ്പോൾ ഒരു റിലേഷൻ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ട്രാൻസിറ്റീവ് റിലേഷൻ ആകുന്നത് നോക്കാം. A relation R on a set A is a transitive relation if A related to B and B related to C implies A related to C. അതായത് ഒരു എലമെന്റ് മറ്റൊരു എലമെന്റിലേക്ക് എന്താണ് റിലേറ്റഡ് ആണ്, ആ എലമെന്റ് മൂന്നാമതൊരു എലമെന്റിലേക്ക് റിലേറ്റഡ് ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റും തേർഡ് എലമെന്റും തമ്മിൽ എന്തായിരിക്കും റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. A related to B and at the same time B related to C, then we can say that A related to C. Two examples നോക്കാം. That A is equal to Z plus, that is natural numbers, and R is equal to set for A B such that A less than B, A less than B less than വരുന്ന റിലേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ഈ ലെസ് ദാൻ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാര്യം എന്താ? A less than B ആണെന്നിരിക്കട്ടെ and B less than C, then which implies A less than C. That is 5 less than 10 and 10 less than 20, then we can say that 5 less than 20. So ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നേ ഉള്ളൂ. A എന്നുള്ള 5, B എന്നുള്ളത് 10, C എന്നുള്ള 20 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ A less than B and B less than C, then we can say that A less than C. Again നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് എക്സാമ്പിളാണ് പറയുന്നത്. A is equal to set 1 2 3 4. A എന്ന് പറയുന്നത് നമ്മൾ R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യപ്പെടുന്ന സെറ്റായി A ഏതാണ്? സെറ്റ് 1 2 3 4 ആണ്. ആൻഡ് R is the relation സെറ്റ് ഓൾറെഡി പേര് 1 2 2 3 1 3 3 4. It is not a transitive relation. കാര്യം എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊരു A B C പേരെടുത്തു കഴിഞ്ഞാലും A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C ആണെങ്കിൽ A റിലേറ്റഡ് ടു C ആയിരിക്കും. ഇവിടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് 1 2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് A B ആണെങ്കിൽ അടുത്ത് B സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ബിയുടെ ഏതാണ്? 2 സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ഏതുണ്ട്? 2 3 ഉണ്ടല്ലേ. 2 3 ഈ രണ്ട് പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ A B ഉണ്ട്. ഇതിന് നമ്മൾ B C എന്ന് കൊടുത്താൽ 1 റിലേറ്റഡ് ടു 2 ആണ്, 2 റിലേറ്റഡ് ടു 3 ആണ്. അങ്ങനെ ഇതിൻ്റെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ച് ഏത് എലമെൻറ്റും കൂടെ റിലേഷനകത്ത് വരണം. ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ A C എന്നൊരു എലമെൻറ്റ്, ദാറ്റ് ഈസ് 1 3 എന്ന് പറയുന്ന എലമെൻറ്റിൽ ഉണ്ടാവണം. 1 3 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിലുണ്ട് അല്ലേ. അതുപോലെ എല്ലാ പേരിനും വരണം അല്ലേ. ഇപ്പോൾ 1 2 2 3 എന്ന് പറയുന്ന രണ്ട് ഓൾഡ് പേഴ്സ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നത് 1 3 ഉണ്ട്. ഇനി അടുത്ത് നോക്കാം 2 3 എന്ന് പറയുന്ന എലമെൻറ്റ്. അടുത്ത് ഈ 2 സ്റ്റാർട്ട് എന്ന് പറയുന്ന എലമെൻറ്റ്സ് വരാം. അപ്പോൾ അത് നമുക്ക് ലീവ് ചെയ്യാം. നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് 2 3. 2 3 എന്ന് പറയുന്ന എലമെൻറ്റിനെ സംബന്ധിച്ച് ഇവിടെ ബിയുടെ പൊസിഷൻ വരുന്നത് എന്താണ്? 3. അപ്പോൾ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത എലമെൻറ്റ് ഓൾഡ് പേരുണ്ടോ നോക്കുക. ഉണ്ട്. ഏതാണ്? 3 4 ഉണ്ട്. 3 4. അപ്പോൾ 2 3 ഉണ്ട്, 3 4 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഏത് എലമെൻറ്റിനകത്ത് ഉണ്ടാവണം ഈ റിലേഷനകത്ത്? ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ ആകണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ്റെ സെറ്റിനകത്ത് ഏത് എലമെൻറ്റ് ഉണ്ടാവണം? 2 4 എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടാവണം. പക്ഷേ 2 4 എന്ന എലമെൻറ്റ് റിലേഷനകത്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കൗണ്ടർ എക്സാമ്പിൾ വരികയാണെങ്കിൽ ഒരൊറ്റ തെറ്റായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. അപ്പോൾ 2 3 3 4 റിലേഷനകത്ത് രണ്ട് എലമെൻറ്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം 2 4 is not an element of the relation. Therefore we can say that R is not transitive. ഇനിയുണ്ട് എക്സാമ്പിൾസ്. 1 3 എടുത്തു കഴിഞ്ഞാൽ 1 3 3 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത എലമെൻ്റ് ആണ് ഇത് 3 4. 3 4 1 3 3 4 എലമെൻറ്റ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് എലമെൻറ്റ് വേണം? 1 4 should be an element of R. ഈ R ട്രാൻസിറ്റീവ് ആകുന്നുണ്ടെങ്കിൽ 1 4 എവിടെ ഉണ്ടാവണം? Rൽ ഉണ്ടാവണം. ബട്ട് ഹിയർ 1 4 is not an element of R, hence we can say that R is not transitive. So നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ, 3 ടൈപ്പ് റിലേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ റിലേഷൻ ദാറ്റ് ഈസ് ഇക്വലൻസ് റിലേഷൻ. A relation R
on A is called an equivalence relation if R is reflexive, R is symmetric and R is transitive. അപ്പോൾ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്കറിയാമെങ്കിൽ ആ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു എ ഫോർ എവറി എലമെന്റ് ഓഫ് എ ആയിരിക്കണം. ഇനി എന്താണ് ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ ആയിരിക്കണം. കൂടാതെ ആർ എന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി ഇംപ്ലൈസ് എ റിലേറ്റഡ് ടു സി ആയിരിക്കണം. സോ ഈ 3 പ്രോപ്പർട്ടീസും ഒരുപോലെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ നമ്മൾ എന്ന് വിളിക്കും? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. സോ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർ ഡിഫൈൻ ചെയ്യപ്പെടുന്ന സെറ്റ് 1 2 3 4 ആണ്. ആൻഡ് ആർ ഈസ് ദ റിലേഷൻ 1 1 1 2 2 1 2 2 3 3 3 4 4 3 and 4 4. It is an equivalence relation. കാര്യം എന്താണ്? ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണോന്നുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഓരോ എലമെന്റ്സും അതുമായിട്ട് തന്നെ റിലേറ്റ് ആയിരിക്കണം. ഈ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് 1 2 3 and 4. അപ്പോൾ ഈ 4 എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് 1 1 2 2 3 3 and 4 4 should be an element of the relation. 4 എലമെന്റ്സും ഉണ്ടായിരിക്കണം ആർ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ഉണ്ടോയെന്ന് നോക്കാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. Hence we can say that R is a reflexive relation. ഇനി അടുത്ത് എന്ത് വേണം? സിമെട്രിക് ആണ്. A related to B implies B related to A. അപ്പോൾ അതിന് ഈ ഇപ്പോൾ എടുത്ത എലമെന്റ്സ് ഇവിടെ നോക്കണമെന്നില്ല, സിമെട്രിസിറ്റിക്കകത്ത് നോക്കണമെന്നില്ല. കാരണം 1 1 ഉണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചുള്ള ഓരുടെ പേര് എന്ത് തന്നെ ആയിരിക്കും? 1 1 എന്നായിരിക്കും. അപ്പോൾ ആ 4 നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. നെക്സ്റ്റ് എന്താണ്? 1 2 എന്ന് പറയുന്ന എലമെന്റ് ആറിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് വേണം? സിമെട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ 2 1 ആറിനകത്തും ഉണ്ടാകും. 1 2 ഉണ്ട്, therefore 2 1 ഉണ്ട്. തിരിച്ച് 2 1 ഉള്ളതുകൊണ്ട് 1 2 ഉണ്ട്. therefore ഈ 2 എലമെന്റ്സ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. ഇനി 3 4 എന്ന് പറയുന്ന എലമെന്റ് ആറിലുണ്ട്. അങ്ങനെയെങ്കിൽ എന്തും ഉണ്ടാകണം? 4 3 എന്ന് പറയുന്ന എലമെന്റ് ഓഫ് ആറിലുണ്ടാവണം. ഉണ്ടോ? 3 4 ഉണ്ട്, therefore 4 3 ഉണ്ട്. സോ സിമെട്രിക്കിന്റെ പ്രോപ്പർട്ടി എല്ലാം തന്നെ സിമെട്രിസിറ്റിയുടെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ആർ ഈസ് എ സിമെട്രിക്. ഇനി എന്താണ്? ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ഈ എലമെന്റ്സിനെ ഒഴിവാക്കാം. 1 1 എന്ന് പറയുന്ന എലമെന്റ് 2 2 3 3 4 4 അത് ഓൾറെഡി എന്താണ്? ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കും. അടുത്ത എന്താണ്? ഈ എലമെന്റ്സ് നോക്കാം. 1 2 is an element of R and 2 1 1 2 നമ്മൾ 2ൽ നിർത്തുന്നത് ഏത് വേണം? 2 1 is an element of R. അപ്പോൾ 1 2 2 1 ആറിനകത്ത് എലമെന്റ്സ് ആണെങ്കിൽ 1 2 and 2 1 element of R ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് A and C 1 1 should be an element of R. 1 1 എവിടെ ഉണ്ട്? ആറിലുണ്ട്. അഗെയിൻ 1 2 ഇനി അടുത്ത 2ൽ തുടങ്ങുന്ന എലമെന്റ് ഉണ്ട് 2 2. സോ 1 2 and 2 2 എലമെന്റ്സ് ഓഫ് R ആണെങ്കിൽ ഇവിടുത്തെ എയും സി എടുത്തു കഴിഞ്ഞാൽ 1 2 is an element of R. അവിടെയും 1 2 element of R. അടുത്ത ഇനി ജസ്റ്റ് പറഞ്ഞു പോവാം. 2 1 element of R എന്ന് 1 സ്റ്റാർട്ട് ചെയ്യുന്ന ബാക്കി ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? 1 1 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പോൾ അവരുടെ പേരെടുക്കാം. 2 1 and 1 2 എടുത്ത് 2 1 and 1 1 എടുത്തു കഴിഞ്ഞാൽ again 2 1 it is an element of R and again 2 1 and 1 2 AC എടുക്കുമ്പോഴത്തേക്കും 2 2 is an element of R. ഇനി 3 4 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 4 എടുക്കുമ്പോൾ 3 4 4 സ്റ്റാർട്ടിങ് 2 എലമെന്റ്സ് ആണുള്ളത്. 4 3 4 4 3 4 and 4 3 എടുക്കുന്നത് 3 3 is an element of R. Again 3 4 and 4 4 3 4 is also an element of R. Hence നമുക്ക് എന്താ പറയാം? ഈ R എന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. Hence R is transitive. Therefore R is reflexive, R is symmetric and R is transitive. Hence we can say that R is an equivalence relation.
And the next example is that A is equal to Z, integers in a set and R is equal to set of all ordered pair AB such that A congruent modulo B mod n. That is A congruent to B mod n. ഈ റിലേഷൻ വിളിക്കുന്നത് കോൺഗ്രുവൻസ്. നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ കോൺഗ്രുവൻറ്റ് മോഡലോ എന്ന് പറഞ്ഞ റിലേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നുള്ളതാണ് ഈ റിലേഷൻ. ഈ റിലേഷൻ ഏതാണ്? കോൺഗ്രുവൻസ് മോഡുലോ എ. നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്പർ തീർന്ന ക്ലാസ് ഒരു മൊഡ്യൂളിനകത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഈ റിലേഷൻ എന്താണ് റിലേഷൻ? കോൺഗ്രുവൻസ് മോഡുലോ എൻ എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഇക്വലൻസ് റിലേഷനാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രൂഫ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പോർഷനകത്ത് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ലെക്ചറിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പ്രൂഫ് ഇവിടെ ആ ഒരു ലെക്ചർ റെഫർ ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 2 or 3 ഏത് നമ്പർ വേണമെങ്കിലും, ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും വരാം. എന്നിൻ്റെ സ്ഥാനത്ത് n എലമെൻറ്റ് ഓഫ് n ആയിരിക്കും. n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആയിട്ടില്ല. ഏതൊരു കോൺഗ്രുവൻറ്റ് മോഡലും എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ എന്താണ്? ഇക്വലൻസ് റിലേഷനാണ്. സോ നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് നിങ്ങൾക്ക് R is equal to set of all AB such that A congruent to B mod 3 is an equivalence relation പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്ത് പ്രൂഫ് ആ പഴയ പ്രൂഫ് തന്നെ എടുത്തുനിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്നും ഇക്വലൻസ് റിലേഷൻ എന്താണെന്നാണ് പഠിച്ചത്. സോ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.